സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. വളരെ പ്രത്യാശാജനകമായ വാർത്തകളാണ് അറേബ്യൻ മുസ്ലിം ലോകത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത, സൗദി അറേബ്യ അതിൻ്റെ പാഠ്യപദ്ധതിയിൽ രാമായണവും മഹാഭാരതവും ഒക്കെ അടക്കമുള്ള ഇതിഹാസങ്ങളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അങ്ങേയറ്റം വിപ്ലവകരമായ ഒരു തീരുമാനം. അറേബ്യൻ ഗൾഫിലെ മുസ്ലിം ലോകത്തു നിന്ന് നമ്മൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകളാണ്. റോമിലെ ശ്ലൈഹിക സിംഹാസനത്തിൽ നിന്ന് പരിശുദ്ധ മാർപ്പാപ്പയുടെ UAE സന്ദർശനം ചരിത്രം കുറിച്ചു വെക്കുന്ന ഒന്നാണ്. മാർപ്പാപ്പയുടെ സന്ദർശനത്തെ UAE വലിയ ആരവത്തോടെയാണ് എതിരേറ്റത്. 4 ദിവസത്തോളം പൊതു അവധി പ്രഖ്യാപിച്ച് UAE ഉത്സവ സമാനമായ പ്രതീതിയായിരുന്നു. ക്രൈസ്തവരുടെ വിശുദ്ധ ദിവസമായ ഞായറാഴ്ച ലോകമെങ്ങും പൊതു അവധി ആയിരിക്കുന്നത് പോലെ UAE-യിലും അവധിയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന എക്കാലത്തെയും കത്തോലിക്ക സഭയുടെ ആഗ്രഹം UAE ഗവൺമെന്റ് പൂർത്തീകരിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. 2022 ജനുവരി മാസം മുതൽ UAE-യുടെ സർക്കാർ അവധി, വാരാന്ത്യ അവധി ശനിയും ഞായറും ഉൾപ്പെടുത്തുന്നു. അതിശയകരമായ മാറ്റമല്ലേ? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലോകവീക്ഷണം കടുത്ത യാഥാസ്ഥിതികരുടെ ഇടയിൽ ആദ്യം മുതൽ എതിർപ്പ് ഉളവാക്കിയിട്ടുണ്ട്. വലിയ തോതിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശരിയാണെന്ന് കാലം തെളിയിക്കുകയാണ്. ഒരു മുസ്ലിം അഭയാർത്ഥിയുടെ കാല് കഴുകി ആ അഭയാർത്ഥിയുടെ പാദങ്ങളിൽ ചുംബിക്കുന്ന ചിത്രം കഴിഞ്ഞ വർഷം നാം കണ്ടു. അത് കടുത്ത ഭക്തരിൽ വലിയ അസംതൃപ്തിയും വെറുപ്പും ഉളവാക്കി. അനേകർ അതിനെ എതിർത്തു. മാർപ്പാപ്പയുടെ വിരലുകളിൽ ഒന്ന് സ്പർശിക്കാൻ കൊതിച്ച് ആ സൗഭാഗ്യം ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് കത്തോലിക്ക വിശ്വാസികളും ഇതര മതസ്ഥരും ലോകത്തുള്ളപ്പോൾ അദ്ദേഹം കേവലം ഒരു അഭയാർത്ഥിയുടെ പാദങ്ങളെ ചുംബിച്ചു. ലോകത്തിന് വ്യക്തമായ സന്ദേശം കൊടുക്കുകയാണ്. സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും മാനവികതയുടെയും സാംസ്കാരിക സമന്വയങ്ങളുടെയും ഒരു പുതിയ തുറവിയുടെ ലോകം സ്നേഹത്തിലേക്കും സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും സ്വാഗതം ചെയ്യുന്ന വലിയൊരു പ്രതീകമായി ആ ചിത്രം മാറി. ഇപ്പൊ അതിനുള്ള പ്രതികരണമാണ്. കഴിഞ്ഞ വിശുദ്ധ വാരാചരണത്തോട് അനുബന്ധിച്ച് അദ്ദേഹം അത്രയും താഴ്ന്ന് സ്വർഗത്തെ വിട്ട് ഭൂമിയിലേക്ക് താഴ്ന്ന് ഇറങ്ങി വന്ന ദൈവപുത്രന്റെ പ്രതിനിധിയായി, യഥാർത്ഥ പ്രതിനിധിയാണ് താനെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തപ്പോ ഇപ്പൊ അതിനുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുകയാണ്. അറബ് മുസ്ലിം ലോകത്ത് നമ്മൾ പ്രതികരണങ്ങളെ കാണുകയാണ്. 3 അബ്രഹാമ്യ മതങ്ങളായ ജൂത മതത്തിന്റെയും ക്രിസ്തീയ മതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും ആരാധന ഒരുമിച്ച് ഒരൊറ്റ സ്ഥലത്ത്
നടത്തത്തക്ക വിധത്തിൽ ഒരു കൂരയ്ക്ക് കീഴിൽ അബ്രഹാമിയ മതങ്ങൾ ഒരുമിച്ച് വർഷിപ്പ് ചെയ്യുന്ന വിഭാവന ചെയ്ത് അബുദാബി ഭരണകൂടം അബുദാബിയിൽ വലിയൊരു സെന്റർ പണിതിരിക്കുകയാണ്. അത് ഈ 2022 തുറക്കുകയാണ്. അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ച് ആരാധിക്കുകയാണ്. അബ്രഹാമിയ മതങ്ങൾ ഒരുമിച്ച് സഹവർത്തിത്വത്തിന്റെ, സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ ലോക പ്രതീകമായി അത് മാറുമെന്ന് പ്രത്യാശിക്കുന്നു. ദ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. കാലം മാറുകയാണ്, ലോകവും മാറുകയാണ്. ഞാൻ ഈ സമയത്ത് ഓർത്തു പോകുന്നത് ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ മുൻഗാമിയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പോളണ്ട് സന്ദർശനത്തെ കുറിച്ചാണ്. 20-ാം നൂറ്റാണ്ടിന്റെ സിംഹഭാഗവും ലോകം 2 അയൺ കർട്ടന്റെ കീഴിലാണ്. കമ്മ്യൂണിസ്റ്റ് അയൺ കർട്ടൻ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ ഇരുമ്പുമറ, അതിനുള്ളിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട, പുറം ലോകത്തു നിന്നുള്ള ശുദ്ധവായു തടയപ്പെട്ടിരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ. ആ കമ്മ്യൂണിസ്റ്റ് ഇരുമ്പുമറയെ ഛേദിച്ചത് പോളണ്ടിൽ നിന്ന് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഇടപെടലുകളാണ്. ആത്മീകമായും സാമൂഹികമായും നയതന്ത്രപരമായും തൻ്റെ ഇടപെടലുകളും സമീപനങ്ങളും കമ്മ്യൂണിസ്റ്റ് ലോകത്തിന്റെ ഇരുമ്പ് മറകളെ ഭേദിക്കാൻ കരുത്തുള്ളവയായിരുന്നു. 1981 മാർഷ്യൽ ലോ പോളണ്ടിൽ പാസാക്കി സോവിയറ്റ് ടാങ്കുകൾ പോളണ്ടിന്റെ നിരത്തുകളിലൂടെ നടക്കുമ്പോൾ സോളിഡാരിറ്റി അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ ഒളിവിലേക്ക് പോകുവാൻ നിർബന്ധിതരായപ്പോൾ പട്ടാളക്കാരുടെ തോക്കുകൾക്ക് മുമ്പിൽ നിരായുധരായ സിവിലിയൻസ് തെരുവുകളിൽ പിടഞ്ഞു മരിക്കുമ്പോൾ ആ ഭീതിതമായ അന്തരീക്ഷത്തിലേക്കാണ് മാർപ്പാപ്പ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മാർപ്പാപ്പയുടെ സന്ദർശനം പലതവണ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് മാറ്റിവെച്ചെങ്കിലും ഒടുവിൽ ആ സന്ദർശനത്തിന് അനുമതി നൽകുകയായിരുന്നു. 1983 കടുത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന പോളണ്ടിലേക്ക് മാർപ്പാപ്പ എത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ കണക്കുകൂട്ടലുകളെ എല്ലാം തകിടം മറിച്ച് ലക്ഷക്കണക്കിന് ജനം തെരുവുകളിലേക്ക് ഇരമ്പിയെത്തി. അന്ന് അവർ ഉച്ചത്തിൽ വിളിച്ച വീവാവിൽ പാപ്പ, മാർപ്പാപ്പയ്ക്ക് സ്വാഗതം ഓതിക്കൊണ്ട് അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ പോളണ്ടിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചത് പോളണ്ടിനെ മാത്രമല്ല, ആ ശബ്ദത്തിന്റെ പ്രതിധ്വനി കമ്മ്യൂണിസ്റ്റ് അയൺ കർട്ടനുകളെ ഛേദിച്ചെറിയുകയായി. തുടർന്ന് കിഴക്കൻ യൂറോപ്പിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ സമാനമായൊരു സന്ദർശനമാണ് UAE-യിൽ മാർപ്പാപ്പ നടത്തിയത്. കാലം കാതോർത്തിരുന്ന വാക്കുകൾ. ചരിത്രം ഇത് രേഖപ്പെടുത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറേബ്യൻ പെനിൻസുലയിലെ ഏറ്റവും വലിയ കത്തോലിക്ക ദൈവാലയം ഈ ആഴ്ച ബഹ്റൈനിൽ ക്യൂൻ ഓഫ് അറേബ്യ, അവർ ലേഡി ഓഫ് അറേബ്യ എന്ന ദൈവാലയം 2300 പേർക്ക് ആരാധിക്കാൻ കഴിയുന്ന വിശാലമായ ഒരു ദൈവാലയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. സൗദി വലിയ മാറ്റങ്ങൾക്ക് തയ്യാറാവുകയാണ്. UAE-യിൽ ഇസ്രായേലിന്റെ എംബസി വന്നതിന് പുറമെ സൗദിയും അതിനുള്ള തയ്യാറെടുപ്പ്, അതുപോലെ വ്യാപകമായി ഇതര മത ആരാധനാലയങ്ങൾ അനുവദിക്കാനുള്ള തത്രപ്പാടിലൊക്കെയാണ് സൗദി. വലിയ മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്, ചെറിയ മാറ്റങ്ങളല്ല, വലിയ മാറ്റങ്ങൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇസ്ലാമിക ലോകവും ക്രൈസ്തവ ലോകവും യഹൂദ ലോകവും ഒന്നായി തീരണമെന്ന തന്റെ അഭീഷ്ടം അറിയിക്കുകയും അത്തരത്തിൽ നിരന്തരമായി തുടർമാനമായ പ്രവർത്തനങ്ങൾ നടത്തുകയും അത് തന്റെ മനോഭാവത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും തെളിയിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് വലിയ പ്രതികരണങ്ങൾ യഹൂദ ലോകത്തുനിന്നും ഇസ്ലാമിക ലോകത്തുനിന്നും ഉണ്ടാവുകയാണ്. ശുഭസൂചനകളുടെ രജതരേഖകൾ നമ്മൾ കാണുകയാണ്. മാർപ്പാപ്പ നമ്മളോട് പറയുന്നു, ഇസ്ലാമും ക്രിസ്ത്യാനികളും
സഹോദരങ്ങളാണ്, അവർ സൗഹാർദ്ദത്തിലാണ് പോകേണ്ടത്. ഏകപക്ഷീയമാണ് എന്ന് ആദ്യകാലത്ത് കരുതിയിരുന്നെങ്കിലും മാർപ്പാപ്പയുടേത് വിഫല ശ്രമങ്ങളാണ്, പരാജിതന്റെ പുലമ്പലുകളാണ് എന്നൊക്കെ ആദ്യകാലത്ത് ആളുകൾ കരുതിയിരുന്നെങ്കിലും ശുഭ സൂചനകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൂടുതൽ മേഖലകളിൽ സഹകരണത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഒക്കെ പുതിയ മേഖലകളിലേക്ക് ലോകം കടക്കുവാൻ വെമ്പുകയാണ്. ലോകം വലിയ പ്രതീക്ഷകളോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അജ്ഞതയാണ് ഇതിന്റെയൊക്കെ കാരണമെന്നും വിദ്യാഭ്യാസമാണ് ഇതിന്റെ പരിഹാരമെന്നുമാണ് മാർപ്പാപ്പ പറഞ്ഞത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ സമയത്താണ് നമ്മൾ മലയാളികളുടെ ഇടയിൽ അങ്ങേയറ്റം വിഷലിപ്തമായ പ്രചരണങ്ങൾ നടക്കുന്നത്. പ്രതിലോമകരമായ പിന്തിരിപ്പൻ ആശയങ്ങൾ. മലയാളികളിൽ കുറെ പേര് അത്തരത്തിലുള്ള ട്യൂഷൻ ക്ലാസ്സുകളിൽ ഓടിക്കയറുകയാണ്. ക്ലബ് ഹൗസ് ട്യൂഷൻ ക്ലാസ്സുകളിൽ വർഗീയ വിഷം കുത്തിവെക്കുകയാണ്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും ഒക്കെ അധ്യാപനങ്ങൾ നടക്കുകയാണ്. അത്തരത്തിലുള്ളൊരു പോസ്റ്റിന്റെ കീഴെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഒരു ഫോളോവർ പോയി എഴുതി വെച്ചു, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെയല്ലല്ലോ പറയുന്നത്. അപ്പം അവിടെ നിന്നൊരു ക്രിസംഗിയുടെ പ്രതികരണമാണ്, കത്തോലിക്ക സഭയുടെ കാര്യം തീരുമാനിക്കാൻ അദ്ദേഹം ആരാണ്? അദ്ദേഹം എന്നല്ല, അയാളെന്ന് എഴുതി. അയാൾ ആരാണ്? ഞാൻ ആ കമന്റ് വായിച്ചു, കുറെ സമയം ചിരിച്ചു, കുറെ സമയം ദുഃഖിച്ചു. പ്രിയപ്പെട്ടവർ, ഇവിടെ മാർപ്പാപ്പയുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുക. അതിനെ എതിർക്കുന്ന കുറച്ചു പേരുണ്ട് നിശ്ചയമായിട്ട്. ഞങ്ങൾ ഒഫീഷ്യലി ഞങ്ങൾ മാർപ്പാപ്പയുടെ ആശയങ്ങളോടാണ് ചേർന്ന് നിൽക്കുക. മാർപ്പാപ്പയുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ പ്രാർത്ഥനാപൂർവമായ, വിവേകപൂർവമായ, ദീർഘവീക്ഷണത്തോടു കൂടിയ അദ്ദേഹത്തിന്റെ നടപടികൾക്ക് പിന്തുണ കൊടുക്കുക. ആ മനോഭാവത്തെ കീപ്പ് ചെയ്യുവാൻ അതൊരു യഥാർത്ഥ കത്തോലിക്കർ ശ്രമിക്കേണ്ടത്. ഇത് നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഇടുങ്ങിയ ചിന്താഗതികളെ വെച്ചു പുലർത്തുന്ന, പിന്തിരിപ്പൻ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന ഈ പ്രതിലോമകാരികളുടെ പ്രവർത്തനങ്ങളോട് അകലം പാലിക്കുക. അതാണ് നമ്മൾ ഈ തരുണത്തിൽ ചെയ്യേണ്ടത്. എത്ര ഹീനമായ, അധമമായ, വിഷലിപ്തമായ പ്രചരണങ്ങളാണ് നടക്കുന്നത്. നമ്മളെങ്ങും ശുഭ സൂചനകളാണ് കാണുന്നത്. നിശ്ചയമായിട്ടും തീവ്രവാദ സ്വഭാവമുള്ളവരും ഉണ്ട്, പക്ഷെ അവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾ ചെല്ലും തോറും. വിദ്യാഭ്യാസമാണ് പരിഹാരം. എഡ്യൂക്കേറ്റ് ദം, എൻലൈറ്റൻ ദം. അപ്പൊ എഡ്യൂക്കേഷനിലൂടെ, എൻലൈറ്റൻമെന്റിലൂടെ ഒരു പുതിയ ലോകക്രമത്തേക്കുള്ള ഒരു പുതിയ വിശ്വവീക്ഷണം, അപ്പൊ മാറുന്ന ലോകത്തിലേക്ക് ജനാലകളെ തുറക്കുക. ഇതെങ്ങനെയാണ്? ജനാലകളെ കൊട്ടിയടക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ആരാണ്? പെന്തക്കോസ്തുകാരാണ്. മലയാളികളെ ഇപ്പം ക്ലബ് ഹൗസിൽ ഉത്ബോധിപ്പിക്കുന്നത് 3 പെന്തക്കോസ്തുകാർ. ആരാണ് പെന്തക്കോസ്തുകാരാണ്? വേർപാട്. അവരുടെ ആശയം ബേസിക്കലി വേർപാടാണ്. ലോകത്തുനിന്ന് വേർപാട്. കവാടങ്ങളെയും ജനാലകളെയും കൊട്ടിയടയ്ക്കുക. സ്വാർത്ഥതയുടെയും അജ്ഞതയുടെയും ഇരുണ്ട ചെറുതുരുത്തുകളിൽ സ്വയം തടവിലാക്കുക. ഇതാണ് പെന്തക്കോസ്തുകാരുടെ മനോഭാവം. പുറംലോകമായിട്ട് ബന്ധമില്ല, സെക്യുലർ വേൾഡുമായിട്ട് ബന്ധമില്ല, ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചെറുതുരുത്തുകൾ, ഇരുണ്ട ചെറുതുരുത്തുകൾ സൃഷ്ടിച്ച് അതിനകത്ത് സ്വയം ഉൾവലിഞ്ഞ് താമസിക്കും. ഇതാണ് ഇരുണ്ട ചിപ്പിക്കുള്ളിൽ ഞാനും മൗനവും മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കവി പാടിയതുപോലെ സ്വയം സൃഷ്ടിക്കുന്ന ഇത്തരം തുരുത്തുകൾ. അപ്പൊ അത്തരത്തിലുള്ള കൾട്ട് ഗ്രൂപ്പുകളുടെ പ്രവണതകൾ, ആ കൾട്ട് സ്വഭാവത്തിലേക്ക് നിങ്ങൾ അറിയാതെ നിങ്ങളെ തന്നെ പ്ലേസ് ചെയ്യുക. പുറംലോകത്തേക്ക് നോക്കുക. ഇത്തരത്തിലുള്ള
ആളുകളുടെ ട്യൂഷൻ ക്ലാസ്സുകളിൽ നിന്ന് പുറത്തിറങ്ങിച്ച് പുറം ലോകത്തേക്ക് നോക്കുക വ്യത്യാസങ്ങൾ വരുന്നത്. ലോകം മാറുകയാണ് അതിവേഗം. സഹകരണത്തിന്റെ പുത്തൻ മേഖലകൾ വരുന്നു. നമുക്ക് പ്രത്യാശയോടെ ലോകത്തെ വരവേൽക്കാം, പ്രതീക്ഷയോടെ ലോകത്തിലേക്ക് നോക്കാം. ഈ സമയത്ത് നമ്മൾ ഓർക്കണം, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ അറബ് ഇസ്ലാം ലോകമൊക്കെ വളരെ കർക്കശമായ തീവ്ര മത നിലപാടുകളെ കൈക്കൊണ്ടിരുന്ന കാലം. ആ കാലഘട്ടത്തിൽ പോലും വളരെ സൗഹാർദ്ദത്തോടെയും സഹിഷ്ണുതയോടെയും സമഭാവനയോടെയും സഹവർത്തിത്വത്തോടെയുമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ പെരുമാറിയത്, ഇസ്ലാമിക ലോകത്തോടും മുസ്ലിമുകളോടും ഒക്കെ. ഇപ്പോൾ അപ്പൊ നമ്മൾ അക്കാലങ്ങളിൽ കാണിച്ച സഹിഷ്ണുതയും സാഹോദര്യവും സ്നേഹവും, ഞാനത് യഥാർത്ഥ ക്രൈസ്തവരെ കുറിച്ചാണ് പറയുന്നത്, ഈ പടിവാതിൽക്കൽ കൊണ്ടുവന്ന് കുടമുടച്ചു എന്ന് പറയുന്നത് പോലെ ഈ ദീർഘവർഷങ്ങളിൽ നമ്മൾ കാണിച്ച സഹവർത്തിത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ എല്ലാ ക്രെഡിറ്റും മാന്യതയും നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ 3 കീടങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, എന്നെ കേൾക്കുന്ന ഓരോ ക്രൈസ്തവനും ചിന്തിക്കുക. കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം നമുക്കറിയാം. പിന്നീട് ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിൽ സാമാന്യം തെറ്റില്ലാത്ത ഒരു അകലമുണ്ടായി. അതൊരു യാഥാർത്ഥ്യമാണ്. അത് കഴിഞ്ഞ് ഞാൻ പല മേഖലകളിൽ നമ്മൾ ഇത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിള്, ഒരു സ്പെസിമിൻ ആയിട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്, ഈ സിനിമാ ലോകത്തെ നിങ്ങൾ നോക്കുക. ഒരു കാലത്ത് ഈ സിനിമയിലെ നായകന്മാരും അതിന്റെ പശ്ചാത്തലം എല്ലാം ഹിന്ദുക്കളായിരുന്നു. വള്ളുവനാടൻ ഭാഷ സംസാരിക്കുന്ന സവർണ ഹിന്ദു കുടുംബങ്ങളുടെ പശ്ചാത്തലമായിരുന്നു കൂടുതൽ സിനിമകൾ. അപൂർവമായിട്ട് മുസ്ലിം പശ്ചാത്തലത്തിൽ സിനിമ വരും, പക്ഷെ എല്ലാ മലയാളികളും അത് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അതിനകത്തൊരു വർഗീയതയോ വിഭാഗീയതയോ മതാത്മകതയോ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും സിനിമകൾ ആസ്വദിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഹിന്ദു കഥാപാത്രങ്ങൾ വരുമ്പോൾ മുസ്ലിം മേഖലകളിൽ കളക്ഷൻ കുറയുന്നതായിട്ടും മുസ്ലിം കഥാപാത്രങ്ങൾ വരുമ്പോൾ ഹിന്ദു മേഖലകളിൽ കളക്ഷൻ കുറയുന്നതായിട്ടും സിനിമാ ലോകത്തിന് മനസ്സിലായി. അപ്പൊ ഈ സിനിമാ ലോകം കണ്ടുപിടിച്ച ഒരു പരിഹാരമാണ് കഥാപാത്രങ്ങളെ ക്രിസ്തീയവൽക്കരിക്കുക. അപ്പൊ ഈ 2 കൂട്ടർക്കും കുഴപ്പമില്ല ക്രിസ്ത്യാനികളോട്. അപ്പം തോമാച്ചനും അവറാച്ചനും ചെറിയാച്ചനും കറിയാച്ചനും ഇതെല്ലാം ഉള്ള സിനിമ നിങ്ങൾ നോക്കിയാൽ മതി, ഇവരൊക്കെ ആയി കഥാപാത്രം. അപ്പൊ കറിയാച്ചനും ചെറിയാച്ചനും തോമാച്ചനും ഒക്കെ നായകന്മാരായിട്ട് സിനിമകൾ ഇറങ്ങാൻ തുടങ്ങി. നിങ്ങൾ കഴിഞ്ഞ 10 വർഷം ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകൾ എടുത്ത് പേര് നോക്കുക. അത് പേര് കിട്ടുന്ന നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. ഗൂഗിളിൽ പോയിട്ട് മലയാളം മൂവീസ്, നെയിംസ് ഓഫ് മലയാളം മൂവീസ് ലാസ്റ്റ് 10 years എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. 10 വർഷത്തെ മലയാളം മൂവീസും കിട്ടും. അതിനകത്ത് ക്രിസ്ത്യൻ പേരുകൾ, മൂവിയുടെ പേര് തന്നെ ക്രിസ്ത്യൻ പേരുകൾ നിങ്ങൾക്ക് കാണാം. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ തരത്തിൽ നിങ്ങൾക്ക് ക്രിസ്ത്യൻ, മിഖായേൽ, ഗബ്രിയേൽ, ഇങ്ങനെയൊക്കെ കാണാം നിങ്ങൾക്ക് ക്രിസ്ത്യൻ പേരുകൾ. എന്തിനാണ് അതാ ഇട്ടത്? പെട്ടെന്ന് ഈ സിനിമാ ലോകത്തുള്ളവർക്ക് ക്രിസ്ത്യാനികളോടൊന്നും സ്നേഹം തോന്നിയിട്ടല്ല. കാരണം കേരളീയ സമൂഹത്തെ ചേർത്തു നിർത്താൻ കഴിയുന്ന ഒരു സോഷ്യൽ ഫൈബറാണ് ഈ ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അപ്പൊ സിനിമ ക്രിസ്ത്യൻ പേരാണെങ്കിൽ ഓക്കെ, മുസ്ലിങ്ങൾക്കും വലിയ കുഴപ്പമില്ല, ഹിന്ദുക്കൾക്കും കുഴപ്പമില്ല, ക്രിസ്ത്യാനികൾ സ്വാഭാവികമായിട്ടും കാണും. അപ്പൊ പിന്നെ എല്ലാത്തരം ആളുകളുടെയും പ്രേക്ഷകരുടെയും തിയേറ്ററുകളിൽ ഉറപ്പാക്കാനാണ് അവരങ്ങനെ ചെയ്തത്. പക്ഷെ ഇന്നെന്താ സ്ഥിതി? അത് നമുക്ക് അഭിമാനകരമായിരുന്നു. കാരണം എന്താ, നമ്മളൊരു സമന്വയ ഘടകമായി മാറുന്നു, അല്ലെ? സർവ്വസ്വീകാര്യത, നമുക്ക് ഒരു പൊതു സ്വീകാര്യതയുണ്ട് ക്രൈസ്തവർക്ക് എന്ന് കാണുന്നത് എത്ര നന്നായിരുന്നു. ഒരു ക്രിസ്തീയ പുരോഹിതനെ കാണുമ്പോ സമൂഹം ആദരവോടെ നോക്കിയിരുന്നു, സ്നേഹത്തെ. കാരണം അവരൊരിക്കലും വർഗീയത ഉള്ളിൽ വെക്കുന്നില്ല, വിഭാഗീയത ഉള്ളിൽ വെക്കുന്നില്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു. അങ്ങനെ ഒരു
പ്രതീതിയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. എന്നാൽ ആ ഒരു ഇമേജിന് മങ്ങലേൽപ്പിക്കുന്ന ആരാണ്? ഞാൻ പറഞ്ഞതുപോലെ ഈ 3 ക്രിമിനലുകൾ, 3 തെമ്മാടികൾ, അവർക്ക് 2 അനുയായികൾ. അപ്പൊ 5 പേരുണ്ട്, 5 പേര്. അപ്പൊ അതിലൊന്ന് അനിൽ കൊടുത്തോട്ടം, പിന്നെ ഒരെണ്ണം സെബാസ്റ്റ്യൻ പുന്നക്കൽ, പിന്നെ ഒരുത്തൻ മുലകുടി വർഗീസ്. മുലകുടി വർഗീസ് എന്നാണ് പുള്ളിയുടെ വട്ടപ്പേര്. ഇപ്പം ഒറിജിനൽ പേര് എന്തോ ഒരു ഒഫീഷ്യൽ പേര് മറന്നുപോയി. ഷാജി പാപ്പാൻ എന്നും വിളിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേര് വർഗീസ് ഫിലിപ്പ്. പിന്നെ ഉള്ളത് പിന്നെ ഒരു ടൈസൺ മാത്യൂസ്, അദ്ദേഹം അയർലൻഡിലാണ്. ഇങ്ങനെ 5 പെന്തക്കോസ്തുകാരാണ് നിരന്തരം. ഈ 5 പേരുടെ പ്രവൃത്തികൾ കൊണ്ട് ക്രിസ്തീയ ലോകത്തിന്റെ ഇമേജാണ് നഷ്ടപ്പെടുന്നത്. കാരണം ഇത് ഷെയർ ചെയ്യുക, ഇത് പ്രചരിപ്പിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മൾ വെറുപ്പ് ഉള്ളിൽ സൂക്ഷിക്കുകയാണ്. നമ്മുടെ സമ്പന്നമായ ഭൂതകാല പാരമ്പര്യത്തെ നിങ്ങൾ നോക്ക്. നമ്മുടെ പിതാക്കന്മാർ ആർജിച്ചെടുത്ത സാമൂഹിക നിലവാരം അത് നഷ്ടപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മാർപ്പാപ്പായുടെ നയങ്ങളെ കുറിച്ചാണ്. നിങ്ങൾക്ക് അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുമോ കത്തോലിക്കർക്ക്? അദ്ദേഹത്തിന്റെ പോളണ്ട് സന്ദർശനം സോഷ്യൽ, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. അപ്പൊ തത്തുല്യമായി ലോകത്തെ സ്വാധീനിക്കുവാൻ ആ നയസമീപനങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും കത്തോലിക്ക സഭയുടെ ആ നയസമീപനം ഔദ്യോഗികമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനോട് വിഘടിച്ചിട്ട് ഇവിടെ ഈ പ്രാദേശിക തലത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്വയം കുഴി സൃഷ്ടിക്കുകയാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പ്രശ്നം എന്താ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പ്രാവശ്യം ലൈവ് പറഞ്ഞാൽ വീണ്ടും അത് പറയുന്നത് എനിക്ക് മടുപ്പ്. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഉള്ള പ്രശ്നം, കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ക്രിസ്തീയ വിശ്വാസ സത്യങ്ങൾ, അല്ലെങ്കിൽ പ്രധാനമായിട്ടും മുസ്ലിമുകൾ, നമ്മുടെ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോൾ ഇസ്ലാമിക ദാവാ പ്രവർത്തകരുടെ കയ്യിൽ അകപ്പെടുന്നു. അത് വളരെ കുറവാണ്. ഇസ്ലാമിക ദാവാ പ്രവർത്തകരെക്കാൾ കൂടുതൽ ക്യാമ്പസ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് പെന്തക്കോസ്തുകാരാണ്. ഒരു മുസ്ലിമിന്റെ കയ്യിൽ പെട്ടാലും ഒരു പെന്തക്കോസ്തുകാരന്റെ കയ്യിൽ പെട്ടാലും ആ കുട്ടി നമുക്ക് നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. മുസ്ലിമിനേക്കാൾ വലിയ ശത്രുവായിട്ടാണ് പെന്തക്കോസ്തുകാർ മാറുന്നത്, കുടുംബങ്ങളെ തകർക്കുന്നത്. നിങ്ങളുടെ കുട്ടി മുസ്ലിമുകളുടെ കയ്യിൽ പെട്ടാൽ അവരാണ് പിന്നെ ആ കുട്ടിയുടെ കല്യാണം നിശ്ചയിക്കുന്നത്, നടത്തുന്നത്. നിങ്ങൾക്ക് വലിയ ബന്ധമില്ല. പക്ഷെ പെന്തക്കോസ്തുകാരുടെ പെട്ടാലോ അത് തന്നെ. പിന്നെ നിങ്ങൾക്ക് ആ കുട്ടിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ അതൊക്കെ പാസ്റ്റർമാരാണ് ആലോചിക്കുന്നത്. അവരാണ്. നിങ്ങൾ വെറും കാഴ്ചക്കാരായി മാറുകയാണ്. രണ്ടും അനുഭവത്തിലൊന്നാണ്. പക്ഷെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്ക്. മുസ്ലിങ്ങളുടെ പ്രവർത്തകര് മെമ്പർഷിപ്പ് എടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അവരുടെ വോളണ്ടിയേഴ്സ് ക്യാമ്പസുകളുണ്ട്. അവർ മതപ്രചരണം നടത്തുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ വോളണ്ടിയേഴ്സും അതിൽ കൂടുതൽ പ്രവർത്തകരും പെന്തക്കോസ്തുകാർക്കുണ്ട്. അപ്പൊ അപ്പോസ്തോലിക സഭകളിലെ കുഞ്ഞുങ്ങൾ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുമ്പോൾ അവർ സൂക്ഷിക്കേണ്ടത് 3-4 ശത്രുക്കളുണ്ട് അവിടെ. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. 4 ശത്രുക്കളുണ്ട്, പ്രത്യേകം പറഞ്ഞു വേണ്ടി. ഒന്ന്, മയക്കുമരുന്ന് മാഫിയ. ഈ കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയ ഉണ്ട്. ആ മാഫിയയുടെ കയ്യിൽ പെടുമ്പോൾ അവർ ക്രമേണ മയക്കുമരുന്നിന് അടിമകളാക്കി ഈ ലൈംഗിക ചൂഷണത്തിനും, ഈ ആൺകുട്ടികളാണെങ്കിൽ അവരെ ഗുണ്ടാ സംഘത്തിൽ അംഗങ്ങളാക്കി അതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് വലിയൊരു അപകടമാണ്. ഇപ്പൊ തന്നെ നമുക്ക് പത്രത്തിലെ വാർത്തകൾ വായിക്കുമ്പോൾ അറിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്ര യുവതികളാണ് കൊച്ചി നഗരത്തിൽ കൊല്ലപ്പെട്ടത്. മയക്കുമരുന്ന് സംഘത്തിന്റെ പ്രവർത്തനമാണ്. അതിങ്ങ് കൊച്ചി വരെ അങ്ങനെയാണ്. അപ്പൊ മംഗലാപുരത്തും ബാംഗ്ലൂരും മറ്റ് മെട്രോപൊളിറ്റൻ നഗരങ്ങളിലൊക്കെ ഇതിനേക്കാൾ വലിയ തോതിലാണ് മയക്കുമരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നത്. മറ്റൊന്നുള്ളത് മതമാഫിയാണ്. ഈ മതമാഫിയയില് മുസ്ലിം ദാവ പ്രവർത്തനമുണ്ട്, അതുപോലെ പെന്തക്കോസ്ത് പ്രവർത്തനമുണ്ട്. ഇത് രണ്ടും പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികളെ നഷ്ടപ്പെടും. നാലാമതായിട്ടുള്ളത് യുക്തിവാദികളുടെ പ്രവർത്തനമാണ്. പക്ഷെ യുക്തിവാദികളുടെ പ്രവർത്തനവും അതുപോലെ തന്നെയാണ്. നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന്, നമ്മുടെ മതത്തിൽ നിന്ന് അവർ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഈ 4 ഏറ്റവും
ലെസ് ഹാംഫുള്ള് യുക്തിവാദികളാണ്. യുക്തിവാദത്തിൽ പോയി കഴിഞ്ഞാലും ആൾ ഈ ലോകത്തിൽ തന്നെ കാണും. അതൊരു ഗ്യാരണ്ടിയാണ്. കാരണം അവർ ഈ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ലോകത്തിലെ യാഥാർത്ഥ്യങ്ങളെ കാണുകയും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുകയും സമരസപ്പെടുകയും സജീവമായ ഇടപെടലുകൾ കൊണ്ട് നമുക്ക് അവരെ ഈ ലോകത്ത് കാണാം. പക്ഷെ മറ്റു 3 എണ്ണത്തിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാണ്, ആവാഹിക്കപ്പെട്ടു പോകും വേറൊരു ലോകത്തിലേക്ക്. മുസ്ലിമുകളിലേക്ക് പോകുന്ന പർദ്ദകളുടെയും മറ്റു അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്ക് അവർ പോകും. മതനിയമങ്ങളുടെയും കർമ്മങ്ങളുടെയും അകലങ്ങളിലേക്ക്. പെന്റക്കോസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പോയി വേർപാട്, വിശുദ്ധി, പിന്നെ കൂടോത്രം, മന്ത്രവാദം, ആഭിചാരം, കൈവശം, പിന്നെ പൗരോഹിത്യ ബന്ധനം, കെട്ട്, ശാപം, അവർ നഷ്ടപ്പെട്ടു പോയി. ഈ പറഞ്ഞ 4 അപകടങ്ങളെ കുറിച്ചും ബോധവാന്മാരാകണം. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ആക്റ്റീവ് എടുത്ത് പ്രവർത്തിക്കുന്ന ഈ പെന്തക്കോസ്തുകാരാണ്. ആ പ്രവർത്തനം നടത്തുന്ന പെന്തക്കോസ്തുകാരാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് വരുവീൻ നമുക്ക് മുസ്ലിമിന്റെ അപകടത്തെ നേരിടാം. എന്തൊക്കെ തമാശ! അതിന് അവരുടെ പിന്നിലാണ് പോയി അണിനിരക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ ക്രിസ്തീയ യുവാക്കളെ അപഹരിക്കുന്ന, ഏറ്റവും കൂടുതൽ ക്രിസ്തീയ വിശ്വാസത്തെ പരിഹസിക്കുന്ന, ഏറ്റവും കൂടുതൽ ക്രിസ്തീയ പാരമ്പര്യത്തെ ചെളിവാരി എറിയുന്ന, ഏറ്റവും അധികം ക്രിസ്തീയ വിശ്വാസത്തിനും മൂല്യങ്ങൾക്കും ദോഷം വരുത്തുന്ന പെന്തക്കോസ്തുകാരാണ് ക്രിസ്ത്യാനികളെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് ഈ പുതിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതിലാണ് ഈ ക്രിസ്ത്യാനികൾ വീണു പോയിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്രിസ്ത്യാനികൾ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് തുറന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ എനിക്ക് ആളുകൾ മെസ്സേജ് അയച്ചങ്ങ് മരിക്കുകയാണ്. കുറച്ച് ഭക്തന്മാർ, സെബാസ്റ്റ്യന്റെ പ്രാർത്ഥന എന്താണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്രിസ്ത്യാനികൾക്ക് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് എന്ത് പ്രയോജനമുണ്ടായി? നിങ്ങൾ എന്നോട് പറ, എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യേ, എന്ത് പ്രയോജനമുണ്ടായി? ക്രിസ്ത്യാനികളുടെ സാമൂഹിക അന്തസ് ഉയർന്നോ? രാഷ്ട്രീയ സാന്നിധ്യം വർദ്ധിച്ചോ? ഇല്ലല്ലോ. അപ്പൊ ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പൊ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ, ആർജവത്വമുള്ള സമീപനങ്ങൾ ആണ് വേണ്ടത്. അതിനു പകരം കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളിലൂടെ നാം ആർജിച്ചെടുത്ത സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ വക്താക്കളായി, സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായി ക്രിസ്ത്യാനിത്വത്തെ കണ്ടിരുന്നവർ, അവർക്ക് ഈ നൂറ്റാണ്ടുകളിലൂടെ നാം ഉണ്ടാക്കിയെടുത്ത ആ മുൻധാരണകൾ, കേരള ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം, അതിനെ ഈ തെമ്മാടികളുടെ പ്രവർത്തനം കൊണ്ട് നഷ്ടപ്പെടുത്തുകയാണ്. അതാ ഞാൻ പറഞ്ഞു, ഈ തെമ്മാടികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെടുത്തുകയാണ്. അതിനാണ് അപ്പൊ ഈ പാരമ്പര്യ മൂല്യങ്ങളില്ലാത്ത ആളുകൾ, പെന്തക്കോസ്തിലും ഒക്കെ പെട്ട് മൂടും നഷ്ടപ്പെട്ട കുറച്ച് ആളുകൾ, അതിനെക്കുറിച്ച് ഈ ബൈബിൾ ഭാഷയിൽ പറഞ്ഞ് തുമ്പ് കെട്ടവന്മാർ. അപ്പൊ ഈ തുമ്പ് കെട്ടവന്മാരുടെ പ്രവർത്തനങ്ങൾ, ഇപ്പൊ ക്ലബ് ഹൗസ് വന്നു കഴിഞ്ഞപ്പോൾ മുഖമില്ലാത്ത ആളുകളാണ് മുഴുവൻ. ഇതാരാണ് എന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ കത്തോലിക്കനാണ് എന്ന് പറഞ്ഞ് പെന്തക്കോസ്തുകാരാണ്. പെന്തക്കോസ്തുകാരെ കാണാനില്ല ക്ലബ് ഹൗസ് കേട്ടോ. 100 കണക്കിന് പെന്തക്കോസ്തുകാർ ക്ലബ് ഹൗസിലുണ്ടെങ്കിലും അവർ പെന്തക്കോസ്തുകാരാണെന്ന് അംഗീകരിക്കുന്നില്ല. പെന്തക്കോസ്തുകാരുണ്ട്, പക്ഷെ പെന്തക്കോസ്തുകാരെ കാണാനില്ല. അവരെല്ലാം കത്തോലിക്കരായിട്ടാണ് അവിടെ അപ്പിയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കത്തോലിക്ക സഭയ്ക്കും പൊതു ക്രിസ്തീയ ലോകത്തിനും എത്ര ദോഷമാണ് വരുത്തുന്നതെന്ന് അറിയുക. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പൊതുവായി ക്രിസ്ത്യാനികൾക്ക് മാനക്കേടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറി നിൽക്കുക, ഇത്തരത്തിലുള്ളവരെ ഒറ്റപ്പെടുത്തുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ളവരെ ഒറ്റപ്പെടുത്തുക. നമുക്ക് ഉള്ള ഭീഷണി, ആഗോളതലത്തിലുള്ള ഭീഷണി തീവ്രവാദികളുടേതായ, അപ്പൊ അതൊക്കെ ന്യൂനപക്ഷമാണ്. അതിന് ഇസ്ലാമിക ലോകവും അതിനോട് അത്തരത്തിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട്, അവരതിനെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോ അത്തരത്തിൽ ലോക ക്രിസ്ത്യാനിത്വം ആഗോളതലത്തിൽ നടത്തുന്ന സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമന്വയത്തിന്റെയും ഒക്കെ പാതയിലുള്ള
ആ ദിശാസൂചിക നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമ്മളും അത്തരത്തിലുള്ള നയമാണ് സ്വീകരിക്കേണ്ടത്. അതിന് പകരം ഈ ക്ലബ് ഹൗസിലും ഇതര സാമൂഹ്യ മാധ്യമങ്ങളിലും വെറുപ്പിന്റെയും പകയുടെയും വിദ്വേഷത്തിന്റെയും ഒക്കെ പ്രചരണങ്ങൾ നടത്തിയതുകൊണ്ട് ആർക്കാണ് നേട്ടം? ആർക്കും അവിടെ പ്രയോജനം ഉണ്ടാകുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വ്യാജ ഐഡികളിലും പ്രൊഫൈലുകളിലും നിന്ന് വെറുപ്പിന്റെ കമന്റുകളും പോസ്റ്റുകളും ഇടുക, എന്നിട്ട് നിഴൽ യുദ്ധം നടത്തുക. ഈ കുറെ വർഷം മുമ്പ് പെന്തക്കോസ്തുകാരുടെ ഒരു ഉപവാസ പ്രാർത്ഥന കൊച്ചിയിൽ നടന്നു. അന്ന് അവർ വലിയൊരു ബലൂൺ കൊണ്ടുവന്ന് വീർപ്പിച്ചു പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അവിടെ വെച്ചു. എന്നിട്ട് ഇത് സാത്താനാണ് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ ബലൂൺ കുത്തിപ്പൊട്ടിച്ച് സാത്താൻ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ തുള്ളിച്ചാടി. പത്രത്തിലൊക്കെ ഒന്ന് വാർത്ത വന്ന പെന്തക്കോസ്തുകാർ കാണിച്ച എന്ന് പറഞ്ഞ പോലെ ഇവർ തന്നെ എന്ത് ചെയ്യാണ്? ആദ്യം കുറെ വ്യാജ ഐഡിയ ഉണ്ടാക്കിയിട്ട് ഇവർ തന്നെ രാജ്യദ്രോഹപരമായ കമന്റുകളും ഒക്കെ പോസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഫേക്ക് ഐഡിയ ആയതുകൊണ്ട് ആർക്കും അറിയില്ല. എന്നിട്ട് നോക്കൂ, ഇതാ മുസ്ലിങ്ങൾ രാജ്യത്തിനെതിരായി കമന്റ് ഇടുന്നു, പിന്നെ അതിനെ ആക്രമിക്കുകയാണ്, പിന്നെ അവർ തന്നെ എന്ത് ചെയ്യാണ്? മീറ്റിങ്ങുകൾ വെക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മാനസിക രോഗികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും യഥാർത്ഥത്തിൽ ഒഫൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ അന്വേഷിക്കാൻ, മോണിറ്റർ ചെയ്യുവാൻ രാജ്യത്ത് അതിനുള്ള സ്ഥാപനങ്ങളുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെന്റ് ഹൈ പെയ്ഡ് ആയിട്ട് ആളുകളെ നിർത്തിയിട്ടുണ്ട്. രാജ്യസുരക്ഷാ ഏജൻസികൾ അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരതിനെ കൈകാര്യം ചെയ്തുള്ളൂ. അത് നിങ്ങൾ തന്നെ അത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതാണ് വെറുപ്പുണ്ടാക്കുക, വിദ്വേഷമുണ്ടാക്കുക, വിഭാഗീയത ഉണ്ടാക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നിന്ന് പിന്മാറിയിട്ട് നമ്മൾ ലോകത്തേക്ക് നോക്കുക. ലോകത്ത് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ, കാലത്തിന്റെ മാറ്റങ്ങൾ, ഇവയെ തിരിച്ചറിയുക, അതിനനുസരിച്ച് മുന്നേറുക. അതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.